നമ്മൾ ആ കാട്ടുപോത്ത് കൊണ്ട് വീണ്ടും അവിടെ വന്ന് നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കാട്ടിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ് കാട്ടുപോത്ത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കാരണം വെച്ചാൽ അത്രയും വെയിലടിക്കുന്നത് കേട്ടോ. ഞങ്ങളൊരു 3 എണ്ണത്തിന് കണ്ട്, 2 എണ്ണം തോങ്ങാറ്റ മുളങ്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഒരെണ്ണം നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഇറങ്ങി ഫോറസ്റ്റുകാർ കണ്ടുകൊണ്ട് തന്നെ അവർ വഴക്ക് പറയും കേട്ടോ. നമ്മൾ ഇവിടെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിലൊന്നും ഇറങ്ങിയിട്ട് റോഡ് സൈഡിൽ തന്നെ നിൽക്കുകയാണ്. അവിടെ കുറച്ച് വെള്ളമുണ്ട്. നമ്മുടെ അച്ചൻകോവിൽ ആറിൻ്റെ ഈ പാറക്കെട്ടുമൊക്കെ ഭയങ്കര കുഴിയായി. ഈ മഴയത്തൊക്കെ വന്ന് ആരും ഇവിടെ നിന്ന് ഇറങ്ങരുത്. കാരണം വെച്ചാൽ ഒരേ പാറയ്ക്കകത്തും ഭയങ്കരമായ കുഴികളാണതോ, ഫുള്ള് കുഴികൾ. മഴയത്തൊന്നും വന്ന് ആരും അബദ്ധത്തിലൊന്നും ഇവിടെ നിന്ന് ഇറങ്ങരുത്. വെള്ളം കയറി ഈ കുഴികളൊന്നും കാണാനൊക്കത്തില്ല, കല്ലുകളൊന്നും നമുക്ക് കാണാനൊക്കത്തില്ല. അങ്ങനെ ആ കാട്ടുപോത്ത് ആ താഴോട്ട് ഇറങ്ങി കേട്ടോ. 2 ആനയുടെ കണ്ടായിരുന്നെങ്കിൽ ഒരാശ്വാസമായി. ചൂട് കൊണ്ടതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ നമുക്ക് ആനയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അത് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണിത്. അപ്പോൾ ആ സ്ഥലം ഇതാണ്. നമ്മുടെ അച്ചൻകോവിലിൽ നിന്ന് പുനലൂരിലേക്ക് പോണ KSRTC ബസ്സാണ് കേട്ടോ. അത് നേരെ വരുമ്പോൾ ഇത് കണ്ട കാട്ടിലെ തടികളെല്ലാം മുറിച്ച് റോഡ് സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുക. ഫുള്ള് അങ്ങ് അറ്റം വരെ തടികളാണ് കേട്ടോ. അവസാനം വരുമ്പോൾ കാടൊന്നും കാണത്തില്ല, എല്ലാ മരങ്ങളും മുറിച്ച് തേണം കടത്തിയിരിക്കും. മുകളിലൊരു ഏർമാടമുണ്ട് കേട്ടോ. ആ മരത്തിൻ്റെ മുകളിലൊരു ഏർമാടമുണ്ട്, കാണാൻ പറ്റുമെന്നറിയാൻ പറയാം. എന്തായാലും ഞങ്ങൾ ചൂട് ഇപ്പോൾ ഒരു ഇച്ചിരി കുറവുണ്ട്. കുറച്ച് അമ്പലം എത്താറായിട്ടുണ്ട്. അപ്പോൾ അച്ചൻകോവിൽ അമ്പലം എത്താറായിട്ടുണ്ട്. ഈ റോഡ് മൊത്തം പോയി കിടക്കുകയാണ് കേട്ടോ. മൊത്തം കുഴിയും ഫുള്ള് കട്ടറും. ആരും അച്ചൻകോവിലൊന്നും ഇപ്പോഴൊന്നും വരരുത്. ഒരു 1.5 മാസത്തോടെ കഴിഞ്ഞല്ല അച്ചൻകോവിലോട്ടൊക്കെ വന്നാൽ മതി. കാരണം വെച്ചാൽ ഫുള്ള് ഭയങ്കരമായ ചൂട്. ഭയങ്കര ചൂടെന്ന് വെച്ചാൽ കത്തിക്കരിഞ്ഞ് പോകുന്ന ചൂട്. വെള്ളം പോലും കിട്ടത്തില്ല എവിടെയെങ്കിലും. കണ്ട ഫുള്ള് തടികളാണ്. ഫുള്ള് കാട്ടിൽ നിന്ന് തേക്കും തടികളൊക്കെ പിഴുതെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ച് ഇതിലേ പോകുന്നതല്ലേ, എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അതിൽ കണ്ടൻ്റൊന്നും കാണത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കാണാൻ പ്രത്യേക വകുപ്പുകളൊന്നുമില്ല. കാടെന്ന് മാത്രം പേരാണ് കേട്ടോ. കാടിൻ്റേതായ ഒരു ഭംഗിയൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിലോട്ട് പോണ വഴിയാണത്. അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ അമ്പലം എത്താറായിട്ടുണ്ട്. ഒരു കുഴിയിൽ വീണ് ഗൈസ്. സൂപ്പർ ചൂടാണ് ഗൈസ്. കണ്ടോ ചൂട് കണ്ടോ, നല്ല ചൂടാണിത്. കാട്ടിലിവിടെ പോയെന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, അത്രയ്ക്കും ചൂടാണ്. പുനലൂർ വന്നിറങ്ങിയിട്ട് നമ്മൾ പെട്രോൾ പമ്പിൽ എണ്ണ അടിക്കാൻ കയറി. അവിടെ പോലും ഇത്രയും ചൂടില്ല. അതിൻ്റെ ഇരട്ടി ചൂടാണ് ഈ അച്ചൻകോവിൽ കാട്ടിൽ. വേറൊന്നും കൊണ്ടല്ല നമ്മൾ പറയുന്നത്, വരരുതെന്ന് പറയുന്നത് അത്രയ്ക്കും ചൂടായത് കൊണ്ടാണ് വരരുത് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ല ഇവിടെ. മഴയത്ത് നമുക്കൊരു വൈബാണ് ഇതിൽ. ഇതിപ്പം ഉണക്കത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റോഡിൻ്റെ ഒരു അവസ്ഥ ഒക്കെ എത്ര കൊല്ലം കൊണ്ട് കിടക്കാന്നറിയാം ഈ അച്ചൻകോവിൽ റോഡ്. ഇങ്ങനെ ഫുള്ള് കട്ടറാണ്. കാട്ടിലോട്ടൊക്കെ നോക്കിയിട്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത കണക്കുള്ള ചൂടാണ്.
ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ദേഹത്തൊക്കെ ഒരേ മഴത്തുള്ളി വെള്ളങ്ങളൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 3-4 തുള്ളി വീണ് ദേഹത്ത്. ഇവിടെ മൊത്തം ഈ തടിയിപ്പോയാണ്. ഫുള്ള് കാട്ടിൽ നിന്ന് തടികളൊക്കെ മുറിച്ച് കൊണ്ടുവന്നിരുന്നൊരു സ്ഥലമാണ്. റോഡ് കണ്ടോ, മൊത്തം ഇത് കണക്ക് കെട്ട റോഡാണ്. അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിനടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ലഞ്ച് സമയമായി, എന്തെങ്കിലും കഴിക്കാം. ഊണ് വല്ലതും കിട്ടുമെന്ന് അറിയാമോ? എന്തെങ്കിലും നോക്കാം. താണ്ട ഫുള്ള് തടിയാണ് കണ്ടോ. ഏ 2:45 ലഞ്ച് സമയമൊക്കെ കഴിഞ്ഞു. ഇവിടെ കുറേ വീടുകളുണ്ട് കേട്ടോ ഈ റോഡ് സൈഡിൽ ഫുള്ളും. അവർ എന്നെ കസേരയായിട്ട് പുറത്തോട്ടിരിക്കുക ചൂട് കൊണ്ട്. നമ്മൾ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ എന്തായാലും ഊണ് കഴിച്ചു. അടിപൊളി ഊണായിരുന്നു. അപ്പോൾ ഇവിടെ കിടക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്, റൂമുകളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളമൊന്നുമില്ല. വാട്ടർഫാൾസിൻ്റെ എൻട്രൻസൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. താണ്ട ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമുള്ള സ്ഥലമാണ്. ഇതിൻ്റെ അടിയിലൊക്കെ ആൾക്കാർ കുളിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വെള്ളം പോയിട്ട് ഒന്നുമില്ല. താണ്ട് ഇതിലേക്കൂടെ കയറി പോകണം നമ്മൾ. മണലാർ വാട്ടർഫാൾസ് താണ്ട് ഇതിലേക്കൂടെ അങ്ങനെ കയറി പോകണം. ഞങ്ങളൊരു പ്രാവശ്യം പോയി കുളിച്ചത് അവിടെ. നല്ല വൈബായിരുന്നു അന്ന്. ഒരു മഴക്കാലത്തായിരുന്നു ആ ഒരു യാത്ര. അതൊക്കെ ഒരു കാലം. റോഡ് അത്യാവശ്യം കുഴപ്പമില്ല. പറ്റിച്ച് വെച്ചിരിക്കുന്ന എന്താണ്ടൊക്കെ. മഴയത്ത് ഇതൊക്കെ ഒലിച്ചിറങ്ങി പോകും. ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്തില്ല. ഇവിടെയൊക്കെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ തമിഴ്നാടെത്തിയിട്ടില്ല, നമ്മൾ കേരളത്തിലാണ് ഇപ്പോഴും. ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ്. സൂപ്പറല്ലേ? അപ്പം പറഞ്ഞതാ. ഇപ്പോൾ ഒരു ചെറിയൊരു തണുപ്പൊക്കെ തോന്നുന്നു. ഇത് ഫുള്ള് എയർ പിൻ വളവാണ് കേട്ടോ. ഇങ്ങനെ കയറി ഇങ്ങനെ പോകണം. റോഡ് ഇട്ടതേ ഉള്ളെന്ന് തോന്നുന്നു. സ്മെല്ലുണ്ട് കേട്ടോ, അല്ലേ? താർ ഉരുകുന്നതിൻ്റെ സ്മെല്ലുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ എന്തൊരു കുഴിയായിരുന്നെന്നറിയാം. ഇവിടെയൊക്കെ ഭയങ്കര കുഴിയായിരുന്നപ്പാ. ഇതിലെ ഓടിച്ചോണ്ട് പോകാക്കത്തില്ല, ആ രീതിയിലുള്ള കുഴിയായിരുന്നു ഇവിടെ.
ആ ഇലക്ഷന് ആയിട്ടുള്ള സംഭവം തന്നെ. അല്ല പിന്നെ എന്തുവാ, അന്നേരമൊക്കെ അല്ലേ റോഡ് എടുത്തോളൂ. ഇവിടെ ഒരു എയർപിൻ വളവാണ്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലോട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കൊടും കാട്ടിൽ കടുത്ത ചൂടിൽ അച്ചൻകോവിൽ യാത്ര. ആരും വരല്ലേ, ആരും വരാൻ നിൽക്കല്ലേ, അച്ചൻകോവിലോട്ട് ആരും വരരുത്. അത്ര അനുഭവിച്ചു പോയി. ഞങ്ങൾക്ക് തെങ്കാശി വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പം നമ്മൾ നേരെ പുനല്ലൂർ തെന്മല വഴി പോകാനിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് കാടല്ലേ, കാട്ടിൽ കൂടെ ഒന്ന് കറങ്ങാം, ഇച്ചിരി തണുപ്പൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാണ് ഇതിലേക്കൂടെ വന്നത്. വന്നപ്പോൾ പണി പാളി. ഇവിടെയൊക്കെ പിന്നെ കുഴപ്പമില്ല, നമുക്ക് വെയിലില്ല ഇവിടെ. നമ്മളങ്ങ് അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ അവിടം വരെ കത്തുന്ന വെയിലായിരുന്നു. ഒരു 10-32 കിലോമീറ്റർ കത്തുന്ന വെയിലായിരുന്നു. ഇവിടെയൊക്കെ നല്ല കൊള്ളാം, രസമുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ മഴങ്ങളൊക്കെ പിഴുത് വീണിട്ടുണ്ട്. ആ ഇവിടെ സൂപ്പർ. എന്നാ തണുപ്പ്, എന്നാ തണുപ്പ്, എന്നാ തണൽ. ഇത് ഒരു എയർപിൻ വളവാണ് സുഹൃത്തുക്കളെ. ഇവിടെയാണ് ഞാൻ അന്ന് വന്നപ്പോൾ മഴവില്ലൊക്കെ കണ്ടത്. ഇതിൻ്റെ താഴോട്ട് ഭയങ്കരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. പിള്ളേർ നമ്മളാണൊക്കെ കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. കോട്ടൊക്കെ ഇട്ട് പോയി ഈ ചൂടത്ത്. അവർ വിചാരിക്കും നല്ല മഞ്ഞൊക്കെ ആയിരുന്നെന്ന് വിചാരിച്ച് കാണും. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞാൻ നോക്കത്തില്ല, നിങ്ങൾ നോക്കിയോ. ഇല്ലേ? ഇപ്പോഴാണ് 3-4 ബൈക്കുകാരെ കണ്ടത്. ഇപ്പോഴാണ് നമ്മൾ 3-4 ബൈക്കുകാരെ കണ്ടത്. റോഡാണോ? ആ, റോഡ് പാച്ചോർക്ക് അവിടെ. ഇവിടെയൊക്കെ അത്യാവശ്യം തണലുണ്ട് കേട്ടോ. തണലും ഉണ്ട്, ഒരു ചെറിയ തണുപ്പുമൊക്കെ ഉണ്ട്. ബൈക്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വേറൊരു വൈബാണല്ലേ. വണ്ടി ഓടിക്കാനും ഒരു സുഖമല്ലേ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കാനൊരു സുഖമാണ്. ഇപ്പോൾ നമ്മൾ 2 പേരാണ് ഇതിനകത്ത് എയർപിൻ വളമൊക്കെ കയറി പോകണം. ഇപ്പോൾ എത്രണ്ണം കയറി? ആ, ഇവിടെ അടിപൊളി. ആ, എവിടെയാണ്ടൊക്കെ ചൊറിയുന്നു. ആ, ഇവിടെ മൊത്തം കുഴിയായിരുന്നു, കൊക്കയായിരുന്നു. ഇവിടെ റോഡിൻ്റെ അടുക്കൊക്കെ കൊക്കയായിരുന്നു, അത്രയ്ക്കും കുഴിയായിരുന്നു ഇവിടെ. വണ്ടി ഓടിച്ചൊന്ന് പോകാനൊക്കത്തില്ലായിരുന്നു. ആ, ഇത് ഞാൻ വന്നിട്ടിപ്പോൾ ഒരു എത്ര മാസമാവും? 4 മാസം ആവും.
ഒരാഴ്ചയായി കാണത്തേ ഉള്ളൂ ഈ റോഡ് ഇട്ടിട്ട് കേട്ടോ. അതുകൊണ്ട് അവിടെയൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ, അവിടെ നിന്ന് കാണേണ്ടുള്ള സ്ഥലങ്ങളാണ് അതൊക്കെ. കാണാൻ പറ്റത്തില്ല. ഇപ്പോഴാ കാട്ടിൻ്റെ സൗണ്ട് അല്ലേ. ഈ ചൂടത്ത് ഈ പിള്ളേർക്ക് എവിടെ പോണു? ആ 500 cc 500 cc അല്ലേ അത്? ഇതൊരു മഴക്കാലമാകുമ്പോൾ ഈ റോഡങ്ങ് ഇടിയപ്പാ, ഇത് പോവും. കാരണം വെച്ചാൽ ആ ഉടായ്പ് റോഡ് ഇടല്ല ഇത്. പിന്നെ 5 കൊല്ലം കഴിയണം, ഇലക്ഷൻ വരണം. ഇവിടെ എന്തൊരു തണുപ്പ്, എപ്പോൾ വന്നാലും ഇവിടെ തണുപ്പാണ്. ഈറക്കാട് ഇതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഇറങ്ങിയിട്ട് താണ്ട് തമിഴ്നാട്ടിലോട്ട് പോവേ. ആന ഇഷ്ടം പോലെ വരുന്ന സ്ഥലമാണ്. താണ്ട മഴയൊക്കെ പെയ്യുന്ന കണക്ക് വന്നല്ലേ. ഒരു പ്രത്യേക തണുപ്പാണ് ഇവിടെ, എപ്പോൾ വന്നാലും ഇവിടെ ഒരു തണുപ്പാണ്. മഴയത്ത് വന്നാൽ പിന്നെ ഇവിടെ വിറയ്ക്കും, ആ രീതിയിലുള്ള തണുപ്പാണ്. ഉണ്ട്. അത് കേരളത്തിൻ്റെ. ഇതൊക്കെ കേരളത്തിൻ്റെ സ്ഥലമായിരിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് തമിഴ്നാടിൻ്റെ ആയില്ല. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ടാ നമ്മളങ്ങനെ തമിഴ്നാടിൻ്റെ മനോഹരമായ കാഴ്ചകൾ. ഇനിയാണ് വെയിൽ കൊണ്ട് ചാവാൻ പോണത്. അറിയാൻ വയ്യ. ഒരു സൈഡിൽ എന്താ കംപ്ലൈൻ്റ് ഉണ്ട്, വൈബ്രേഷനും ഉണ്ട്. വർക്കാവുന്നില്ലായിരിക്കും അത്. അങ്ങനെ നമ്മുടെ അച്ചൻകോവിലിൻ്റെ അടിവാരത്തെത്തി കേട്ടോ. തമിഴ്നാടിൻ്റെ, ഇതൊക്കെ തമിഴ്നാട് തന്നെ. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ആയില്ല. അതുകൊണ്ട് മേക്കര ഡാമൊക്കെ അവിടെ കാണാം. തമിഴ്നാടിൻ്റെ കൃഷിപ്പാടങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും കേട്ടോ. ഏതാ? തെങ്കാശി. അത് തന്നെ, അതൊക്കെ തെങ്കാശി ഭാഗം. അങ്ങനെ അടിപൊളി മനോഹരമായ കാഴ്ച. ഇവിടെ എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതോ അതിപ്പോൾ അങ്ങോട്ട് പോകുമ്പം കാണാം. ഇപ്പോൾ വൈകിട്ടായില്ലേ. നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പം നല്ല നട്ടടി ഉച്ചയ്ക്കാണ്. ഇപ്പം നമ്മൾ 3 മണിയൊക്കെ കഴിഞ്ഞ് 3:30 ആയി. ഇപ്പോൾ ചൂട് കുറഞ്ഞു വരല്ലേ. ഇത് ഫുള്ള് എയർപിൻ വളവാണ്.
തണുപ്പ് അത് തന്നെ. നമ്മൾ ഇത്ര ഇത് ആ മലയുടെ അടിവാരമല്ലേ ഇത്. അപ്പോൾ ഇത് കയറി നമ്മൾ അങ്ങനെ മുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു നല്ല തണുപ്പുണ്ട്. അവിടെ എപ്പോൾ വന്നാലും നല്ല തണുപ്പാണ്. മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അവിടെ. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റായി സുഹൃത്തുക്കളെ. അങ്ങനെ ഇവിടെ നമ്മൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റായി. ഇതാണ് തമിഴ്നാടിൻ്റെ. അപ്പോൾ അതൊക്കെ കേരളമല്ലേ? ഇനിയല്ലേ തമിഴ്നാട്? അല്ല, ഇതല്ലേ തമിഴ്നാട് യഥാർത്ഥ പ്രോപ്പർ തമിഴ്നാട്? തോപ്പുകളും മാന്തോപ്പുകളും അടയ്ക്കായും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടിവാരത്തു നിന്ന് ഇറങ്ങി തമിഴ്നാട്ടിൻ്റെ ഗ്രാമങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം മേക്കരൈ, ഞാൻ അന്ന് പോയ ഇതിലേക്കടെയാണ് മേക്കരയ്ക്ക്. പോയോ നിങ്ങൾ? അത് ശരി, നിങ്ങൾ വന്നായിരുന്നല്ലേ? അതാ പിന്നെ പോകണ്ട. ഇവിടെയൊക്കെ ഈ പശ്ചിമഘട്ടത്തിൽ നിന്ന് ചെറിയ മാനുകളും അത് ഇതൊക്കെ ഇറങ്ങി വരുന്നൊരു സ്ഥലങ്ങളാണിത്. ഇപ്പോൾ ഇവിടെ ഫുള്ള് കാടാണ്. ഭയങ്കര ചൂട്. തമിഴ്നാട് കയറിയപ്പോൾ ചുട്ടു പൊള്ളുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾ പൊള്ളി ചാവും മിക്കവാറും. ഇത് പൊള്ളുന്ന ചൂട്. നമ്മൾ നട്ടടി ഉച്ചയ്ക്ക് വെയിൽ ബീച്ചിലൊക്കെ പോയിരിക്കുമ്പോൾ ഉള്ള ആ ഒരു ചൂടാണ് ഇവിടെ. റോഡൊന്നും കുഴപ്പമില്ല, സൂപ്പർ റോഡാണ്, വീതിയൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിൽ ഹമ്പൊക്കെ അടിപൊളിയല്ലേ? ചാണകത്തിൻ്റെ അത് തന്നെ, ചാണകം. ഇവിടെ പശുക്കളൊക്കെ കേരളത്തിൽ അവിടെ ഇല്ല. ഇവിടെ ഈ കൃഷി പാലക്കാടും ഉണ്ട്. ബോർഡറല്ല, പാലക്കാടുണ്ട്. ഇവിടെയൊക്കെ വെച്ചാൽ ഈ കൃഷികളല്ലേ. ഈ റോഡിലൊന്നും ഇല്ല, തമിഴ്നാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലുണ്ട്. അത് തന്നെ. തമിഴ്നാട്ടിൽ പശുക്കളെ വീട്ടിൽ വളർത്തത്തില്ല. മൊത്തം അങ്ങനെ അഴിച്ചിടുക. അത് തീറ്റയൊക്കെ എടുത്തിട്ട് സമയമാകുമ്പോൾ അങ്ങ് വീട്ടിൽ ചെല്ലും. ഇവിടെ താണ്ട ഒരു അമ്പലം ഉണ്ടോ കണ്ടോ റോഡിൻ്റെ സൈഡിൽ. ഈ അമ്പലങ്ങളാണ്, ഈ കളറാണ്, വൈബാ അതില്ലേ. നല്ല രസമാണ് കാണാൻ. ഇവിടെയൊക്കെ ഒരുപാട് കൃഷികളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. കൂടുതലും മാങ്ങാത്തോട്ടങ്ങളാണ്. മാങ്ങ, കവുങ്ങ്, തെങ്ങ് ഒക്കെയാണ്. കൊള്ളാം, രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. ആണോ? അച്ചൻകോവിലോട്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ, KSRTC. ഇത് ചെങ്കോട്ടയിൽ നിന്ന് വരുന്ന വണ്ടിയാണ്. ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. അല്ല, ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ടേ.
ഇല്ല. തിരുമലക്കോവിൽ പോകുന്ന നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് തിരുമലക്കോവിൽ. നേരെ നമ്മൾ ചെങ്കോട്ടയ്ക്കൊക്കെ പോണ റോഡാണ്. അങ്ങനെ നമ്മൾ മഞ്ഞ ഓട്ടോറിക്ഷ കണ്ടു തുടങ്ങി. ആ പിന്നെ നോക്കാം. തണൽ കണ്ടുകൊണ്ട് നിർത്തിയതാണേ. സുഹൃത്തുക്കളെ, ഞങ്ങളങ്ങനെ ഐന്തരുവി വാട്ടർഫാൾസ് നിന്നുണ്ട്. വെള്ളമില്ല കേട്ടോ, നൂല് കണക്കിനാണ് വരുന്നത്. തലയൊക്കെ നനച്ച് ഇങ്ങനെ ക്യൂ നിന്നാണ് കുളിക്കുന്നത്. കാരണം വെച്ചാൽ അത്യാവശ്യം തലയൊക്കെ നനയ്ക്കാം നമുക്ക്. ഒട്ടും വെള്ളമൊന്നുമില്ല. ഇവിടെ കുറേ വർക്കൊക്കെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ മൊത്തം വേസ്റ്റുകളൊക്കെയാണ്. മൊത്തം ഫുള്ളും വേസ്റ്റൊക്കെ അടിച്ച് അങ്ങനെ വൃത്തിയേടാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഒരു പൈപ്പിൽ കയറ്റി എവിടെ കൊണ്ടുപോകുന്നുണ്ട്. മഴക്കാലത്ത് നമ്മൾ ഇതുപോലെ ഇരിക്കും. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ ഈ അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതുപോലെ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഐന്തരുവി വാട്ടർഫാൾസ്.